ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗചയജ്ഞത്തിന്റെ 361 ഭാഗത്തേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീമതി സംഗീതയാണ്. നമുക്ക് വേണ്ടി വായിക്കുന്നതും അനുഭവം പങ്കുവയ്ക്കുന്നതും ഭജന പാടുന്നതും ശ്രീ ചന്ദ്രൻ കൊട്ടോടി കാസർഗോഡ് നിന്നാണ്. ശ്രീ ചന്ദ്രൻ വീഡിയോ ഓൺ ചെയ്തിട്ട് 3 പ്രാവശ്യം ഓങ്കാരം 3 സായി ഗായത്രി പറഞ്ഞിട്ട് ഒരു 7-8-10 മിനിറ്റ് ഞാൻ വായിക്കുക, പിന്നെ അനുഭവം പറയുക. സായിരാം. ഒന്ന് താഴ്ന്നിരുന്നോളേ, ഒന്ന് താഴ്ന്നിരിക്കണേ, ഒന്ന് താഴ്ന്നിരിക്കണം തല. ശരി, ഓക്കെ, കുറച്ചും കൂടെ താഴ്ന്ന്. ശരി ശരി ശരി. സായിരാം, തുടങ്ങിക്കോളൂ. ഓം ശ്രീ സായിരാം. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ സായിരാം. മനസ്സിനെ എങ്ങനെ മെരുക്കാം? ചോദ്യം: സ്വാമി, മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം? സ്വാമി: മനസ്സിന് അത്രയധികം ശ്രദ്ധ കൊടുക്കേണ്ട. പിച്ച നടക്കുന്ന ഒരു ശിശുവിൻ്റെയും അമ്മയുടെയും ഉദാഹരണം നോക്കൂ. അമ്മയുടെ ആഗ്രഹത്തിനെതിരായി അങ്ങുമിങ്ങും കുട്ടി ഓടിക്കളിക്കുന്നു. അമ്മ കുട്ടിയെ വല്ലാതെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുട്ടിക്ക് വല്ല അപകടവും പറ്റുമോ എന്നും മറ്റും ആലോചിച്ച് ശ്രദ്ധ കൂടുതലുണ്ടായാൽ കുട്ടിയുടെ കുസൃതിത്തരം കൂടി വരും. അത് അമ്മയ്ക്ക് കൂടുതൽ വിഷമത്തിന് കാരണമാകും. നേരെ മറിച്ച് അമ്മ ശിശുവിന് അത്ര വലിയ ശ്രദ്ധയൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ കുറച്ചു നേരം നോക്കി നിന്ന് കുട്ടി അമ്മയുടെ അടുത്തേക്ക് തന്നെ ഓടി വരും. മനസ്സ് വളരെ ശക്തിയുള്ളതും അടങ്ങി നിൽക്കാൻ കഴിയാത്തതുമാണെന്നതിൽ ഒരു സംശയവുമില്ല. അതാണ് അർജുനൻ കൃഷ്ണനോട് പറഞ്ഞത്: ചഞ്ചലം ഹി മന കൃഷ്ണ പ്രധാമി ബലവത് ദൃഢം. മനസ്സ് കറുത്ത വണ്ട് പോലെയാണ്. കാഴ്ചയ്ക്ക് ചെറുതാണെങ്കിലും അതിന് നല്ല ശക്തിയുണ്ട്. എത്ര കനമുള്ള കടുത്ത മരമാണെങ്കിലും അതിൽ തുളച്ചു കയറാൻ വണ്ടിന് കഴിയും. പക്ഷേ അത് താമരയിൽ കടക്കുമ്പോൾ പുഷ്പത്തിലെ തേൻ കുടിച്ച ലഹരിയിൽ ശക്തിയെല്ലാം നഷ്ടമാകുന്നു. അതവിടെ ബോധം കെട്ടു വീഴും. താമരയിൽ നിന്നും പുറത്തു വരാൻ അതിന് കഴിയുകയുമില്ല. മനസ്സും അങ്ങനെ തന്നെ. മനസ്സ് ഈശ്വര പാദപത്മങ്ങളിൽ മുഴുകുമ്പോൾ അതിൻ്റെ ഉഗ്രൻ ശക്തി അടങ്ങുന്നതും ചാഞ്ചല്യം ഇല്ലാതാവുന്നതും കാണാം. എല്ലാ പ്രവൃത്തിയും ഈശ്വര പ്രേമത്തോടെ ചെയ്യുക. മനസ്സിന് അതിൻ്റെ ചഞ്ചല സ്വഭാവം സ്വാഭാവികമായും നഷ്ടമാകും. മനസ്സിന് സ്വന്തമായി രൂപമില്ല. ഓരോ നിമിഷവും അത് രൂപം മാറുന്നു. അതൊരു ക്യാമറ പോലെയാണ്. ലെൻസിൽ കാണുന്ന രൂപത്തെ ക്യാമറ പിടിച്ചെടുക്കുന്നു. മനസ്സും അത് കേന്ദ്രീകരിക്കുന്ന രൂപം തന്നെ ആയിത്തീരുന്നു. ബാഹ്യലോകത്തിലേക്ക് മനസ്സ് തിരിക്കരുത്. പ്രകൃതിയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലും മനസ്സ് അകത്തേക്ക് തിരിക്കാൻ പഠിക്കണം. ചോദ്യം: സ്വാമി, എങ്ങനെ മനസ്സിനെ അന്തർമുഖമാക്കും? സ്വാമി: ആത്മാർത്ഥമായ പരിശീലനം കൊണ്ട് നിങ്ങൾക്ക് എന്തും നേടാം. അക്ഷരങ്ങൾ എഴുതാൻ പോലും പരിശീലനം വേണമല്ലോ. വായിക്കാനോ സംസാരിക്കാനോ നടക്കാനോ എന്തിന് ഇരിക്കാൻ പോലും ഒരാൾക്ക് പരിശീലനം ആവശ്യമാണ്. ആത്മാർത്ഥതയും പരിശീലനവും
നിങ്ങൾക്ക് എല്ലാം നൽകും. ചോദ്യം: എന്താണ് ത്യാഗജീവിതം സ്വാമി? ത്യാഗം എന്നാൽ കർമ്മമോ സമ്പത്തോ ഉപേക്ഷിക്കലല്ല, സ്വന്തം താത്പര്യവും സ്വാർത്ഥതയും ഉപേക്ഷിക്കലാണ് യഥാർത്ഥ ത്യാഗം. ഈശ്വര കരങ്ങളിൽ ഒരു ഉപകരണമെന്ന മനോഭാവത്തോടെ പ്രതിഫലം ഇച്ഛിക്കാതെ പ്രവർത്തിക്കണം. അത്തരം വിശുദ്ധമായ വികാരങ്ങളോടെ പ്രവർത്തിക്കുന്നതാണ് ത്യാഗജീവനം. പരിപൂർണ ത്യാഗത്തോടെയുള്ള ജീവിതം നയിക്കാൻ ഇന്നത്തെ ലോകത്ത് അസാധ്യമായിരിക്കാം. ആഹാരവിഹാരങ്ങൾ കാരണമായി ചിലപ്പോൾ നിങ്ങൾക്ക് കോപം, അസൂയ, ഗർവ്, നിരാശ എന്നീ വികാരങ്ങൾ ഉണ്ടാകാം. തടസ്സങ്ങൾ പരിഗണിക്കാതെ നിർമ്മലമായ മനോഭാവം ക്രമേണ വളർത്തിയെടുക്കണം. കാര്യക്ഷമമായി കർത്തവ്യം അനുഷ്ഠിക്കുകയും വേണം. ഉദാഹരണത്തിന്, സ്നേഹത്തോടുകൂടി വിദ്യാർത്ഥികളെ നോക്കി രക്ഷിക്കുക എന്നത് മാത്രമല്ല നിങ്ങളുടെ കർത്തവ്യം. അവർ വല്ല തെറ്റും ചെയ്താൽ ശിക്ഷിക്കുകയും വേണം. അച്ചടക്കമില്ലാതെ ഒരു പുരോഗതിയും സന്തോഷവും ഉണ്ടാവില്ല. വിദ്യാർത്ഥികളുടെ നല്ല പ്രവൃത്തികൾക്ക് സമ്മാനവും തെറ്റായ പ്രവൃത്തികൾക്ക് ശിക്ഷയും കൊടുക്കണം. അവരുടെ മേന്മയ്ക്ക് ഇത് രണ്ടും ചെയ്തേ പറ്റൂ. യഥാർത്ഥത്തിൽ നിങ്ങൾ അവരെ ശിക്ഷിക്കുകയല്ല, തെറ്റായ കർമ്മത്തിന് അവർ ശിക്ഷ അനുഭവിക്കുകയാണ്. അതുപോലെ ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല. ഈശ്വരൻ ഒരു പോസ്റ്റ്മാനെ പോലെയാണ്. നിങ്ങളുടെ സ്വന്തം കർമ്മങ്ങളുടെ പ്രതിഫലമാണ് പോസ്റ്റ്മാൻ തരുന്നത്. നിങ്ങളുടെ പ്രവൃത്തിയാണ് നിങ്ങളെ ശിക്ഷിക്കുന്നതും സമ്മാനിക്കുന്നതും. സത്സംഗം കൊണ്ടു തിന്മയെ നന്മയാക്കി പരിവർത്തനപ്പെടുത്താം. അതുപോലെ ദുസംഗം നന്മയെ തിന്മയാക്കി മാറ്റും. ഉദാഹരണമായി, ഒരു പാമ്പിനെ അതിന്റെ വിഷം കാരണമായാണ് പൊതുവെ ആളുകൾ കൊല്ലുന്നത്. അതേ പാമ്പ് ശിവന്റെ ശരീരത്തെ അലങ്കരിക്കുമ്പോൾ ആരാധിക്കപ്പെടുന്നു. വായുവിന്റെ സംഘം ലഭിക്കുമ്പോൾ മൺതരി പോലും ഉയർന്നുയർന്നു പോകുന്നു. പക്ഷെ വെള്ളവുമായി യോജിച്ചാൽ മണൽത്തരി താഴേക്ക് പോകും. ഒന്നും തൻ്റെതായി കരുതാത്തവനാണ് ത്യാഗി. എല്ലാം ഈശ്വരൻ്റെതാണെന്ന് അറിയുന്നവനും തോന്നുന്നവനുമാണ് അവൻ. ഞാൻ എന്റേത് എന്ന വികാരമാണ് ബന്ധനത്തിലേക്ക് നയിക്കുന്നത്. ഈശ്വരനിൽ ശരണാഗതി അടയുവാനുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കണം. ഞാൻ അവിടുത്തേതാണ്, ഒന്നും എന്റേതല്ല, എല്ലാം അവിടുത്തെ. ഈ മനോഭാവം ബന്ധനത്തിൽ നിന്നും മോചനത്തിലേക്ക് നയിക്കുന്നു. ഇതാണ് ത്യാഗിയുടെ മനോഭാവം. എല്ലാവിധ ഉത്തമമായ അഭിലാഷങ്ങളുടെയും നേട്ടങ്ങളുടെയും അടിസ്ഥാനം പ്രേമമാണ്. മനുഷ്യൻ അത്തരം പ്രേമം നേടിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. ചോദ്യം: പ്രേമം എങ്ങനെ വളർത്തിയെടുക്കാം സ്വാമി? യഥാർത്ഥ പ്രേമം നിർമ്മലമായ ഹൃദയത്തിലെ പുഷ്ടിപ്പെടുകയുള്ളൂ. അർജുനന് അത്തരം നിർമ്മല ഹൃദയമുണ്ടായിരുന്നു. സത്യത്തിൽ അർജുനൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ നിർമ്മലത എന്നാണ്. മഹാഭാരത യുദ്ധത്തിന് ശേഷം അർജുനൻ കൃഷ്ണനോട് ചോദിച്ചു, ഭഗവത്ഗീത അവിടുന്ന് എന്തുകൊണ്ടാണ് എനിക്ക് ഉപദേശിച്ചത്? ഞാൻ അതിന് അർഹനായത് എങ്ങനെ? ഞാൻ യോഗിയോ ത്യാഗിയോ അല്ല. ഞാൻ 5 വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകി ഞാൻ എത്രയോ സമയം ചെലവഴിക്കുന്നു. ഞങ്ങളുടെ മുത്തച്ഛൻ ഭീഷ്മർ ഇവിടെ ഉണ്ടല്ലോ. പിതാവിന്റെ സന്തോഷത്തിനു വേണ്ടി സ്വജീവിതം തന്നെ ത്യാഗമാക്കി മാറ്റിയ ആളാണ് അദ്ദേഹം. പിതാവിന്റെ പ്രതിജ്ഞ പാലിക്കാൻ വേണ്ടി 14 വർഷം മാത്രമാണ് ശ്രീരാമചന്ദ്രൻ രാജ്യം ത്യജിച്ചത്. എന്നാൽ എന്റെ മുത്തച്ഛൻ ജീവിതം മുഴുവൻ ത്യജിച്ചു. ഭഗവത്ഗീത ഉപദേശിക്കാൻ എന്തുകൊണ്ട് ഭീഷ്മരെ തിരഞ്ഞെടുത്തില്ല? പിന്നെ അടുത്തത്, ധർമ്മത്തിന്റെ പ്രതീകമായ എന്റെ മൂത്ത സഹോദരൻ ധർമ്മജൻ, അദ്ദേഹത്തെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തില്ല? ശക്തിയിലും കരുത്തിലും അതുല്യനായ ഭീമനെ അങ്ങ് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തില്ല? ശ്രീകൃഷ്ണൻ ഉത്തരം പറഞ്ഞു, ഭീഷ്മർ ജ്ഞാനി തന്നെ, സംശയമില്ല. പക്ഷേ ആ ജ്ഞാനം അദ്ദേഹം പ്രയോഗത്തിൽ വരുത്തിയില്ല. ചിന്തയും വാക്കും പ്രവൃത്തിയും അദ്ദേഹത്തിൽ ഏകോപിക്കപ്പെട്ടില്ല. പാണ്ഡവർ നല്ലവരും ധർമ്മനിഷ്ഠരുമാണെന്നും കൗരവന്മാർ ദുഷ്ടരും അധാർമികരുമാണെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. സത്യത്തിൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ദുര്യോധനോട് തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു. എന്നിട്ടും കൗരവപ്പടയെ അദ്ദേഹം നയിച്ചു. എന്തുകൊണ്ട് പാണ്ഡവരുടെ കൂടെ അദ്ദേഹം ചേർന്നില്ല? തന്റെ മുത്തച്ഛനെയും ഗുരുനാഥനെയും ചങ്ങാതിമാരെയും മറ്റു ബന്ധുമിത്രാദികളെയും കൊന്നതിൽ യുദ്ധത്തിന് ശേഷം മാത്രം പശ്ചാത്തപിച്ചു ധർമ്മരാജൻ. പശ്ചാത്താപത്താൽ രാജ്യം ഭരിക്കാൻ പോലും അദ്ദേഹത്തിന് തോന്നിയില്ല. പക്ഷെ യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്നും അദ്ദേഹം ആലോചിച്ചില്ല.
അദ്ദേഹത്തിന് പശ്ചാത്താപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പൂർവതാപം ഉണ്ടായിരുന്നില്ല. നിനക്കാണെങ്കിൽ പൂർവതാപം ഉണ്ടായിരുന്നു. മുത്തച്ഛൻ, ഗുരുനാഥൻ, സ്നേഹിതന്മാർ, ബന്ധുക്കൾ എന്നിവരെ കൊന്നിട്ട് ജയം വേണ്ടെന്ന് നിനക്ക് തോന്നി. സ്വന്തക്കാരെയും ബന്ധുക്കളെയും മിത്രങ്ങളെയും എല്ലാം വധിച്ച് രക്തം പുരണ്ട രാജ്യം ഭരിച്ച് സന്തോഷമായിരിക്കുന്നതിലും ഭേദം ജീവസന്ധാരണത്തിന് ഭിക്ഷയാചിക്കുന്നതാണ് നല്ലതെന്ന് നീ പറഞ്ഞു. നീ അതിന് തയ്യാറുമായിരുന്നു. ഭീമന്റെ ശക്തി മൃഗീയമാണ്, കോപത്തിന് അടിമയാണവൻ. അവന്റെ ബുദ്ധിശക്തി തൃപ്തികരമല്ല. നിനക്കാകട്ടെ ബുദ്ധിശക്തിയുണ്ട്, വിവേകവുമുണ്ട്. അതുകൊണ്ടാണ് ഉന്നതമായ ജ്ഞാനം ഞാൻ നിനക്ക് ഉപദേശിച്ചത്. ചോദ്യം: ചിലപ്പോൾ ഞങ്ങളെ കടുത്ത ഭയം ബാധിച്ചതായി അനുഭവപ്പെടുന്നു. ഭയം എങ്ങനെ ഇല്ലാതാക്കാം? സ്വാമി: ഭയത്തിനുള്ള പ്രധാന കാരണം കുറ്റബോധമാണ്. തെറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരുവൻ പേടിക്കുന്നത്. തെറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ ഇച്ഛാശക്തിയും വിവേകവും വളർത്തിയെടുക്കണം. യഥാർത്ഥ വിദ്യാഭ്യാസം 4 സദ്ഗുണങ്ങൾ വളർത്തുന്നു: മനുഷ്യത്വം, നിർമ്മലത, സ്വഭാവമഹിമ, ധൈര്യം. ശരീരത്തിന്റെ ദുർബലതയാണ് ഭയത്തിനുള്ള വേറൊരു കാരണം. തെറ്റായ ആഹാരശീലങ്ങളും ദുശീലങ്ങളും ശരീരത്തിന്റെയും ശിരാപടലത്തിന്റെയും ദുർബലതയ്ക്ക് കാരണമാകുന്നു. നല്ല ശീലങ്ങൾ വളർത്തിയെടുത്ത് ശരീരത്തെ ശക്തവും ആരോഗ്യപ്രദവുമാക്കി തീർക്കണം. ഓം ശ്രീ സായിരാം. ശരി, നന്നായി. നീ ഇപ്പോ അനുഭവങ്ങൾ പറഞ്ഞോളൂ. ഓം ശ്രീ സായിരാം. സ്വാമിയുടെ അനുഭവങ്ങൾ പറഞ്ഞു തീരുന്നതല്ല, എന്നാലും കുറച്ച് അനുഭവങ്ങൾ ഞാൻ ഇവിടെ വിവരിക്കാം. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ പുട്ടപർത്തിയിൽ പോയിരുന്നു. അച്ഛൻ സ്വാമിയെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അച്ഛന് സ്വാമി വിഭൂതിയും കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിരുന്നു. അന്ന് പുട്ടപർത്തിയിൽ വെച്ച് ഏകദേശം 55 വർഷങ്ങൾക്ക് മുമ്പാണ്. പുട്ടപർത്തിയിൽ വെച്ച് അച്ഛൻ ഒരു ഫോട്ടോ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. അവിടുന്ന് ഒരു 30 വർഷങ്ങൾക്ക് ശേഷം വീടിന്റെ പെയിന്റിങ്ങിന്റെ ഒക്കെ പണിക്ക് ആ ഫോട്ടോകളെല്ലാം എടുത്ത് വീടിന്റെ മച്ചിന്റെ മുകളിലേക്ക് വെച്ചു. ആ സമയത്താണ് എൻ്റെ അനുജത്തിക്ക് ഒരു കല്യാണാലോചനകൾ വരുന്നു. പക്ഷെ ജാതകം ഒന്നും ഒക്കുന്നില്ല. നല്ലൊരു ബന്ധം കിട്ടാൻ വേണ്ടി വീട്ടുകാരെല്ലാം ആലോചിച്ചു കൊണ്ടിരിക്കെ കുറച്ച് വിഷമത്തിലായിപ്പോയി അച്ഛനും അമ്മയും. ആ സമയത്താണ് ഞാൻ വീടിന്റെ മുകളിലേക്ക് കയറി പോകുന്നത്. സ്റ്റെപ്പുകൾ കയറി ഞാൻ വീടിന്റെ മുകളിലത്തെ നിലയിലെത്തുമ്പോൾ അവിടെ സ്വാമിയുടെ ഫോട്ടോ, ചില്ലിട്ട ഒരു ഫോട്ടോ, അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഈ സ്വാമിയുടെ ഫോട്ടോ കണ്ടു. അപ്പൊ ഞാൻ സ്വാമിയുടെ ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞു, സ്വാമി ദൈവം എന്നല്ലേ പറയുന്നത്, എങ്കിൽ എൻ്റെ അനുജത്തിക്ക് എത്രയും പെട്ടെന്ന് ഒരു കല്യാണാലോചന വരുത്തണം. അങ്ങനെ 1 മാസത്തിനുള്ളിൽ അത് ശരിയായാൽ ഞാൻ സ്വാമിയുടെ ഈ ഫോട്ടോ പൂജാമുറിയിൽ വെച്ച് പൂജിക്കാം. ഞാൻ 1 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ അനുജത്തിക്ക് നല്ലൊരു ബന്ധം വന്നു. ആ കല്യാണം ആലോചിക്കാൻ വേണ്ടി വരന്റെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് വന്നിരുന്നു. വരന്റെ അച്ഛനും അമ്മയും ഞങ്ങളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ കണ്ടത് ഞങ്ങളുടെ വീടിന്റെ ചുമരിൽ വെച്ച വലിയൊരു സ്വാമിയുടെ ഫോട്ടോ ആയിരുന്നു. ഞാൻ പൂജാ മുറിയിൽ വെക്കാൻ വെച്ചിരുന്ന ഫോട്ടോ അല്ല, വേറൊരു ഫോട്ടോ ഉണ്ടായിരുന്നു വീട്ടില് പൂമുഖത്ത്. ആ ഫോട്ടോ കാണുകയും അദ്ദേഹം ഈ കല്യാണത്തിന് ഒക്കുകയും ചെയ്തു. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അദ്ദേഹം ഈ ഫോട്ടോ കണ്ടതുകൊണ്ടാണ് ആദ്യമായി എനിക്ക് വേറെ ഒന്നും നോക്കണ്ട, എൻ്റെ സ്വാമിയുടെ ഭക്തന്മാരല്ലേ, ഒന്നും മോശമായിരിക്കില്ല എന്ന് കരുതി ആ വിവാഹം നടന്നു. അവിടുന്ന് തന്നെ ഞാൻ ആ ഫോട്ടോ എടുത്ത് ചില്ലിട്ട് എൻ്റെ പൂജാമുറിയിൽ വെച്ച് ഇപ്പോഴും പൂജിക്കുന്നുണ്ട്. എൻ്റെ 2ാമത്തെ അനുഭവം പുട്ടപർത്തിയിൽ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് സംഭവിച്ചതാണ്. എനിക്ക് പ്രശാന്ത് മന്ദിരത്തിൽ തന്നെയായിരുന്നു ഡ്യൂട്ടി കിട്ടിയത്. അവിടെ ആഘോഷം നടക്കുന്ന സമയം രാമനവമിയോ മറ്റോ ആയിരുന്നു. എല്ലാ ദിവസവും ഭക്തർക്ക് പ്രസാദം നൽകണം. അതിനായി ഗോഡൌണിൽ പോയി പ്രസാദം കൊണ്ടുവരണം.
അങ്ങനെ ഞാനും സായി ഭക്തനായ എൻ്റെ ഒരു ബന്ധു മുരളിയേട്ടനും ഗോഡൌണിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഞാൻ മുരളിയേട്ടനോട് പറഞ്ഞു, മുരളിയേട്ട, മിനിയാന്ന് കിട്ടിയ ഒരു പ്രസാദമില്ലേ, നല്ല സ്വാദുണ്ടായിരുന്നു. അദ്ദേഹം അപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് ഇന്നും നാളെയൊക്കെ വേറെ പ്രസാദമായിരിക്കും, അതിന് കിട്ടൂല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഗോഡൌണിലെത്തി സേവാദൾ എനിക്കും മുരളിയേട്ടനും പ്രസാദം നിറച്ച ബേസിനുള്ളിൽ തന്നു. അവിടെ ഒരു അത്ഭുതം നടന്നു. എനിക്ക് കിട്ടിയ ബേസിനിലെ പുതിയ പ്രസാദത്തിൽ ഒരു പാക്കറ്റ് മാത്രം മിനിഞ്ഞാന്ന് കിട്ടിയ പ്രസാദത്തിന്റെ ഒരു പാക്കറ്റ്. ഭഗവാന്റെ മഹിമ മുരളിയേട്ടനോട് ഞാൻ പറഞ്ഞു. സ്വകാര്യം, സായി മുരളീകൃഷ്ണൻ കേട്ടിരിക്കുന്നു. സായിരാം. ഇതുകൂടാതെ പലതരം അനുഭവങ്ങളുണ്ട്. എൻ്റെ ചേട്ടന്റെ ഫ്രണ്ടിന്റെ മകളുടെ കല്യാണം ശരിയായില്ല. ഞാനും ഭാര്യയും ചേർന്ന് സ്വാമിയോട് പ്രാർത്ഥിച്ചു. 1 മാസത്തിനുള്ളിൽ തന്നെ കല്യാണം ശരിയായി. അതുപോലെ സ്വന്തം ചേട്ടന്റെ മകളുടെ കല്യാണം സ്വാമി വളരെ മംഗളകരമായി നടത്തി തന്നു. അടുത്തൊരനുഭവം, വിശ്വാസം മാത്രം പോരാ, ഭക്തി മാത്രം പോരാ, വിശ്വാസവും വേണം എന്ന് സ്വാമി എനിക്കൊരു അനുഭവത്തിലൂടെ പറഞ്ഞു തന്നു. മകളുടെ ചോറൂണ് പേര് നൽകാൻ പുട്ടപർത്തിയിൽ പോയി. അവിടെ വെച്ച് സ്വാമി പേര് നൽകണം എന്ന ആഗ്രഹത്തോടെയാണ് പോയത്. പക്ഷെ അന്ന് സ്വാമിയെ കാണണമെങ്കിൽ ആദ്യം ടോക്കൺ ക്യൂ നിൽക്കണം. 1-ാം നമ്പർ കിട്ടിയാലേ സ്വാമിയുടെ മുൻനിരയിൽ കാണും. അങ്ങനെ ക്യൂവിൽ കണ്ടാലേ പേര് നൽകാനും പറ്റും. രാവിലെ ക്യൂവിൽ പിന്നിലായിരുന്നു ക്യൂവിൽ നിന്നും കിട്ടിയത്. പക്ഷേ പിൻനിരയിലായിപ്പോയി. അതുകൊണ്ട് ഒന്നും നടന്നില്ല. പിന്നെ ഉച്ച കഴിഞ്ഞുള്ള ക്യൂവിൽ നിന്നാൽ മുൻപിൽ തന്നെ കിട്ടുമല്ലോ. ആകെ വിഷമത്തിലായി. സെക്യൂരിറ്റി ഓഫീസറെ കണ്ട് കാര്യം പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഭഗവാൻ തന്നെ തീരുമാനിക്കണമെന്ന്. അങ്ങനെ അത് എന്തായാലും നടക്കില്ല എന്ന വിശ്വാസം എന്നിലുണ്ടായി. അതുകൊണ്ട് ഗണപതി കോവിലിൽ മുന്നിൽ വെച്ച് ചോറൂണും പേരും ഇട്ടു. പിന്നീടാണ് ഉച്ച കഴിഞ്ഞുള്ള ക്യൂ കിട്ടിയത്. കുട്ടിയെയും കൊണ്ട് കുട്ടിയുടെ അമ്മ സ്ത്രീകളുടെ ക്യൂവിൽ നിന്നു. പക്ഷെ 3-ാമത്തെ നിരയിലാണ് സ്ഥാനം കിട്ടിയത്. അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് ഫസ്റ്റ് നിരയിൽ തന്നെ സ്വാമിയുടെ ദർശനത്തിന് ഭാഗ്യം കിട്ടി. എൻ്റെ അടുത്ത് ഒരു കുട്ടിയെയും കൊണ്ട് വേറൊരു ഭക്തനുണ്ടായിരുന്നു. സ്വാമി എൻ്റെ മുന്നിലൂടെ പോയി എന്നെ ഒന്ന് നോക്കി. മനസ്സിൽ പറയുന്നത് പോലെ എനിക്ക് തോന്നി, നിനക്ക് എന്നെ വിശ്വാസമില്ല അല്ലേ എന്ന്. അടുത്തുള്ള ഭക്തൻ സ്വാമിയുടെ അടുത്തേക്ക് പോയി സ്വാമി ആ കുട്ടിയെ അനുഗ്രഹിച്ചു. സ്വാമിയുടെ വിലാസങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. സായിര. നീ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. భావి భారతోద్ధారకులైన బాలకులారా, ధర్మ సముద్రములకు పునాది రాళ్ళు వంటి వారు, జీవిత వృక్షములకు వేరు వంటి వారు. ఇలాంటి బాల వికాస్ యొక్క బాలబాలికల యొక్క ఔన్నత్యమునకు పెద్దలంతైనా పాటుపడవలసినటువంటి అవసరం. Boys and girls who are the future citizens of this country and those who are responsible for the future welfare of this country, you are like the foundations for the future of this country. You are also like the roots for the tree for this country. బాల వికాస్ యొక్క చిత్తముడు ఒక లత వంటిది. ఈ లతను సక్రమమైనటువంటి రీతిగా అధ్యాపకులు అందించినప్పుడే భారతదేశమునకు ఒక శోభాయమైనటువంటి ఒక కళంకము ఏర్పడుతుంది. Children's minds are like creepers which will go around a tree. It is only when the elders can make these creepers creep around the tree properly that we will have prosperity and that we will have a proper decoration for the country.
శోభాయమానంగా అందించవలసినటువంటి బాల వికాస్ యొక్క చిత్తముల యొక్క లతలను మనము పెడమార్గం పట్టించినప్పుడు ఇదే ఒక భారతదేశమునకు లేని కలంకం కూడాను కలుగుతుంది. The creepers in the young minds of these boys and girls who have to be put in the right path. It's only when they are put in the right path that we will be able to get prosperity for the country. కనుక బాల వికాస్ యొక్క బాలబాలికల యొక్క చిత్తమును అల్లించేటువంటి విధానం లోపల అధ్యాపకులు ప్రత్యేకమైనటువంటి ఒక తరబీదు అవసరమని కూడాను ఇందులో చెప్పక తప్పదు. We have to recognize that it is only by spreading the minds of these tender children in the proper way that we can look to the future of this country. నిర్మల నిశ్చల నిస్వార్థమైనటువంటి మధురమైనటువంటి యొక్క హృదయం కలిగినటువంటి బాలబాలికల యొక్క జీవితములకు నైతిక ధార్మిక ఆధ్యాత్మికమును లేక క్రమశిక్షణ ఎందున్నటువంటి యొక్క పవిత్రతను వారి హృదయములకు చేర్చేటువంటి ప్రయత్నమునకును అధ్యాపకులు పూనుకోవాలి. The children have pure minds, have unwavering minds, have sweet minds. The teachers should recognize this, and the teachers in their effort should give their life the moral, spiritual support and give them an appropriate background. ഒരു ഭജന പാടിക്കോളൂ ചന്ദ്രൻ. जय 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 हे मधुसूदन, जय 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 हे मधुसूदन, जय वृंदावन मनमोहना, जय वृंदावन मनमोहना, जय 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 हे मधुसूदन, जय 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 हे मधुसूदन, सुंदर साई शिरडी विहारी, सुंदर साई शिरडी विहारी, सुंदर साई परती विहारी, सुंदर साई परती विहारी, राधे श्याम राधे श्याम राधे श्याम राधे श्याम, राधे श्याम राधे श्याम राधे श्याम राधे श्याम, साई राम साई राम साई राम साई राम, साई राम साई राम साई राम साई राम, जय 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 हे मधुसूदना, जय 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 हे मधुसूदना, जय वृंदावन मनमोहना, जय वृंदावन मनमोहना, जय 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 हे मधुसूदना, सुंदर साई शिरडी विहारी, सुंदर साई परती विहारी, राधे श्याम राधे श्याम राधे श्याम राधे श्याम, साई राम साई राम साई राम साई राम, साई राम साई राम साई राम साई राम, जय 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 हे मधुसूदना. സമയമുണ്ട്, ഒരു ഭജനയും കൂടെ പാടിക്കോളൂ. നല്ല ഭജൻ സിംഗർ ആണല്ലോ. साई श्याम मेरे साई राम, साई राम साई श्याम मेरे साई राम, मेरे साई मेरे बाबा मेरे प्राणनाथ राम, मेरे साई मेरे बाबा मेरे प्राणनाथ राम,
साई राम साई श्याम मेरे साई राम। तेरे द्वार पे मैं आऊं, मुझे शांति दो भगवान। तेरे द्वार पे मैं आऊं, मुझे शांति दो भगवान। मुझे शांति दो भगवान, मुझे शांति दो भगवान। मेरे जीवन में साथ रहो साईनाथ है। मेरे जीवन में साथ रहो साईनाथ है। साई राम साई श्याम मेरे साई राम। मेरे साई मेरे बाबा मेरे प्राणनाथ राम। साई राम साई श्याम मेरे साई राम। तेरे द्वार पे मैं आवो, मुझे शांति दो भगवान। मुझे शांति दो भगवान। मेरे जीवन में साथ रहो साईनाथ है। मेरे जीवन में साथ रहो साईनाथ है। मेरे जीवन में साथ रहो साईनाथ है। साई राम साई श्याम मेरे साई राम। അതേ സുന്ദരം കേട്ടോ, വളരെ ഭാവത്തോടുകൂടി നന്നായിട്ട് പാടി. സായിരാം, താങ്ക് യു സോ മച്ച്. സായി ഉപമ, ഈ ലോകം പരമാത്മമയം ആകണം. പരമാത്മാവിന്റെ വിഭിന്നങ്ങളായ നാമങ്ങളും രൂപങ്ങളും ജനങ്ങളുടെ ചുണ്ടുകളിലും മനസ്സുകളിലും ഉണ്ടാകണം. കുട്ടികൾ ഇഷ്ടപ്പെടുന്ന പട്ടി, പൂച്ച, പശു, കുതിര, പാവ തുടങ്ങിയ വിവിധ രൂപങ്ങളുള്ള ബിസ്ക്കറ്റുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതവർക്ക് എത്രമാത്രം ഇഷ്ടമാണ്. പക്ഷേ അതുണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നത് ഒരേ മധുരമുള്ള പഞ്ചസാര തന്നെയാണ്. വിഭിന്നങ്ങളായ അച്ചുകൾ ഇടുകയാണ് ചെയ്യുന്നത്. അവയുടെ എല്ലാം മധുരം ഒരുപോലെ ആയിരിക്കും. അതുപോലെ നിങ്ങൾ ഒരു ഭജന സംഘത്തിൽ ചേർന്ന് പാട്ടുപാടുമ്പോൾ നിങ്ങളുടെ സ്വരം മറ്റുള്ളവരുടേതുമായി ചേർന്ന് പോകണം. അതല്ലെങ്കിൽ നിങ്ങളുടെ അപസ്വരം കാതിന് അലോരസമുണ്ടാക്കുന്നു. അത് ഈശ്വരന്റെ പദ്ധതിയുമായി യോജിച്ചു പോയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം സ്വരച്ചേർച്ച ഇല്ലാത്തതായി തീരുന്നു. അതുകൊണ്ട് അസ്വസ്ഥത ഉണ്ടാകാത്ത മാതിരി ഈശ്വരന്റെ പദ്ധതിയെ അനുധാവനം ചെയ്യുക, അതായത് അതിനെ പിന്തുടരുക. അതായത് ഒരു കൈ ബ്രഹ്മമാർഗത്തിലും മറ്റേത് ധർമ്മമാർഗത്തിലും വയ്ക്കുക. അത് നിങ്ങളെ ജനന മരണമാകുന്ന സംസാര സാഗരത്തിന്റെ മറുകരയിൽ എത്തിക്കുന്നതാണ്. ഭഗവാൻ ബാബ. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. जय बोलो भगवान श्री सत्य साई बाबा जी की जय. साई राम,